പാർലമെന്റ് മണ്ഡലത്തിലെ ശൈലജ ടീച്ചർക്കെതിരെ ഈയിടെയായിട്ട് ശൈലജ ടീച്ചറുടെ പോസ്റ്റുകളുടെ കീഴിൽ വളരെ അശ്ലീലമായ ചൊവ്വയുള്ള പല കമന്റുകളുമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനെപ്പറ്റി UDF-ന്റെ പ്രതിനിധിയായിട്ടുള്ള താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? താങ്കൾ ഈ കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകളെ അങ്ങനെയാണോ? ഞാൻ പെട്ടെന്ന് പറയാം സഹോദരി, ഞാൻ പെട്ടെന്ന് പറയാം. ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രതികളായ കേസ് നിങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഇതിന് ഉത്തരം അതിനെ ഞാൻ പറഞ്ഞത് ഒരിക്കലും ഷാഫി പറമ്പിൽ MLA എന്ന് പറയുന്ന ആൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രവർത്തനം അവിടുത്തെ UDF പ്രതിനിധി ഉണ്ടല്ലോ, ആ വ്യക്തിക്ക് കൂടെയുള്ള അടികളെ പറഞ്ഞു നിർത്തിക്കൂടെ? ഒരു സ്ത്രീക്കെതിരെ ഇത്രയായിട്ട് വിമർശിക്കാൻ അയാൾക്ക് പറഞ്ഞു നിർത്തിക്കൂടെ കൂടെയുള്ളവരെ? ഒരു വിമർശനം നടത്തിയിട്ടില്ലല്ലോ. വിമർശനമല്ല, ഞാൻ ചോദിക്കട്ടെ, അതായത് മോർഫീദ് അശ്ലീല ചിത്രം പ്രചരിപ്പിക്കുക, കോവിഡ് കാലത്ത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനം ലോകരാജ്യങ്ങളിൽ പോലും എത്തിച്ച് കേരള മോഡൽ പഠിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഒരു സംഘം തന്നെ, അതായത് ഒരു ആതുര സേവന രംഗത്തെ ഒരു സംഘം തന്നെ നമ്മുടെ കേരളത്തിൽ വന്ന് നിന്ന് അത് കണ്ടുപഠിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും കോവിഡിനെ നിർമ്മാർജ്ജനം ചെയ്ത അഭിമാനമായ ശൈലജ ടീച്ചർക്കെതിരെയാണ് നിങ്ങൾ ഈ സൈബർ ആക്രമണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് അപലപനീയമാണ്. വളരെ മോശമാണ്. ശൈലജ ടീച്ചറിനെ ആയിരുന്നാലും ശരി, മറ്റേതൊരു സ്ത്രീ ആയിരുന്നാലും ശരി, മോശമായി ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് പറയാൻ സജീറിനെ പോലുള്ള ആളുകൾക്ക് കഴിയാതെ പോകുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ സംസ്കാരമാണ്. അതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ അത് അപലപനീയമാണ് എന്ന് സജീറിന് പറയാൻ കഴിയാതെ പോകുന്നത്. ഈ വാചകം കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത വലിയ പ്രശ്നം സംഭവിച്ചു.